നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് പുതുവർഷത്തെക്കുറിച്ചാണ് പറഞ്ഞ് വരുന്നത്. പുതുവർഷം എന്ന് പറയുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ജ്യോതിഷ വർഷമായി കാണുന്നത് മേട മാസം തൊട്ടാണ്. കാരണം സൂര്യൻ ഉച്ചത്തിൽ വരുന്ന മാസം തൊട്ട് മേടമാസം നമ്മൾ വിഷു തൊട്ട് ജ്യോതിഷ മാസം ആരംഭിക്കും. ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കൊപ്പം നമ്മൾ ജനുവരി 1 ആചരിക്കും. പക്ഷെ മലയാളികളുടെ പുതുവർഷം എന്ന് പറയുന്നത് ചിങ്ങമാസം 1 തൊട്ട് കർക്കിടക മാസം വരെ വരുന്ന കാലഘട്ടമാണ്. 1202 ആണ്ട് ചിങ്ങമാസം 1 തൊട്ട് കർക്കിടകം വരെ വരുന്ന കാലയളവ് മലയാളികളായിട്ടുള്ള ഓരോരുത്തരുടെയും ഓരോ രാശിക്കാരുടെയും ഫലത്തെ നമുക്ക് ചിന്തിക്കാം. മലയാള വർഷമാണ്. മലയാളികൾക്കല്ല, ലോകത്തുള്ള എല്ലാവർക്കും രാശി പരപ്രകാരം കഷ്ടതയും നല്ലതുമൊക്കെ വന്നുകൊണ്ടിരിക്കും. നമ്മളിന്ന് ഇടവരാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. കാർത്തിക നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം, അതായത് കാൽഭാഗം മേടരാശിയിലേക്ക് പോവും, മുക്കാൽ ഭാഗവും രോഹിണി നക്ഷത്രവും മകയിരത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും അടങ്ങുന്ന 2.25 നക്ഷത്രങ്ങളാണ് ഇടവരാശിയിലുള്ളത്. ഇടവരാശിക്കാർക്ക് പുതുവർഷം ശരിക്ക് സുഖദുഃഖ സമ്മിശ്ര ഫലത്തെ പ്രദാനം ചെയ്തു തരും. അത്ര സുഖമാണോ എന്ന് ചോദിച്ചാലല്ല, ദുഃഖ ഫലത്തെ പ്രദാനം ചെയ്യുന്ന വർഷമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. കാരണം ഇപ്പോൾ കണ്ടകശനിയോ മറ്റ് ദോഷഭാവങ്ങളോ ഈ രാശിക്കാർക്കില്ല. പക്ഷേ വ്യാഴം 3 പോയിരിക്കുന്ന കാലഘട്ടമാണ്. ഈ ഒരു വർഷക്കാലം പ്രധാനമായും വ്യാഴം കൂടുതൽ സമയവും 3 ഭാവത്തിലേക്കായിരിക്കും സഞ്ചരിച്ച് പോവുക. വ്യാഴനാണ് ഒരു ജാതകത്തെ സംബന്ധിച്ചോളം പ്രപഞ്ചത്തിൽ ഏറ്റവും ഐശ്വര്യഫലത്തെ പ്രദാനം ചെയ്യുന്ന ഗ്രഹങ്ങൾ എല്ലാം എനർജിയാണ്. അതിൽ പോസിറ്റീവ് എനർജിയാണ് ഗുരുവിൽ നിന്ന് കിട്ടണേ. ആ ഗുരു 3 പോയിരിക്കുന്ന കാലഘട്ടമാണ് ഈ രാശിക്കാർക്ക്. അതുകൊണ്ട് പലതരത്തിലുള്ള തടസ്സഭാവങ്ങൾ വരും. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷിക്കണം. സഹോദരങ്ങളെ കൊണ്ടോ സഹോദര തുല്യരായവരെ കൊണ്ടോ സുഹൃത്തുക്കളെ കൊണ്ടോയൊക്കെ മനോവിഷമം ഉണ്ടാവാം. അപ്പോൾ അവർക്കുമായിട്ട് ചെറിയ മനപ്രയാസങ്ങൾക്ക് ഇടവരുത്തും. അത് സുഹൃത്ത് ബന്ധം നഷ്ടപ്പെടുകയാലും, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അകന്ന് നിൽക്കുകയാലോ, അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയാലോ ഒക്കെ മനോവിഷമത്തിന് ഇടവരുത്തും. പലതരത്തിലുള്ള ശാരീരിക ക്ലേശം ഉണ്ടാവും. ശാരീരിക അസ്വസ്ഥതയ്ക്ക് ഇടവരുത്തും. സാമ്പത്തിക നഷ്ടം, കാര്യതടസ്സം, രോഗാദി ദുരിതങ്ങൾ ഒക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കുള്ളത്. അപ്പം എന്തിനാണ് നമ്മൾ ഈ ഒരു വർഷഫലത്തെ ചിന്തിക്കുമ്പോൾ നേരത്തെ കൂട്ടി ചില രാശിക്കാർക്ക് ഇങ്ങനെ അവസ്ഥകൾ ഉണ്ടാവും എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ സാധിക്കും. നമുക്കൊരു റോഡ് ബ്ലോക്ക്ഡ് എന്നൊരു ബോർഡ് കണ്ടാൽ നമ്മൾ ആ റോഡിലേക്ക് പോകാതിരിക്കുക എന്നതുപോലെ നമുക്ക് അതിനെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്ന്, പ്രതിവിധി ചെയ്ത് പ്രാർത്ഥനയിലൂടെ നമുക്ക് എന്ത് ദോഷത്തെയും ആദ്യം മനസ്സിലാക്കേണ്ടത് 50% പ്രാർത്ഥനയിലൂടെ മാറ്റാം. അത് അവരവർ വിശ്വസിക്കുന്ന ദൈവത്തിനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിലൂടെ നമുക്ക് 50 താൻ പാതി ദൈവം പാതി 50% നമുക്ക് പ്രാർത്ഥനയിലൂടെ മാറ്റാം. 50% നമുക്ക് ശ്രദ്ധിച്ച് കൊണ്ടുപോയി വിപത്തുകളിൽ പെടാതെ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. അതുപോലെ തന്നെ ഈ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ബെൽ ബട്ടൺ അമർത്താൻ പറയുന്നത് നമ്മൾ ഈ ചാനലിലൂടെ തന്നെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പലരും ലൈവ് കണ്ടിട്ട് നമുക്ക് അയ്യോ ലൈവ് ഉണ്ടായിരുന്നോ എന്നറിയാതെ പിന്നീടാണ് വിളിച്ച് ചോദിക്കുക. നിങ്ങൾക്ക് നേരിട്ട് തന്നെ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ അതിൽ തന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ലിസ്റ്റിൽ പെടുകയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫലം അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ നമ്മളെ പോലെ തന്നെ മറ്റ് സുഹൃത്തുക്കൾക്കും കൂടി അവരും ശ്രദ്ധിക്കാൻ വേണ്ടി അവർക്കും കൂടി ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം ഈശ്വര കൃപയാൽ കുറച്ച് നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു, ദൈവകൃപയാൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.